ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഷൈൻ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ബാക്ക് ബ്രേക്കും ചെക്കപ്പാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ചെക്കപ്പ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ജനറൽ സർവീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ അതേപോലെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ചെയിനായാലും നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്തിടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്താണ്. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമാണ് കേട്ടോ. ഒന്നാമത് കമ്പനി ഫിൽറ്റർ അല്ല ഇത് നമുക്ക് കിടക്കണേ, തന്നെയല്ല നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂപ്പലായൊക്കെ പിടിച്ച രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിടാം, അതാണ് ഏറ്റവും സേഫ്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, 13 വോൾട്ട് വരെയൊക്കെ ഉണ്ട്. ബാറ്ററിയുടെ ഭാഗം ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഓയിൽ ലെവൽ കാണുന്നുണ്ടായില്ല. അപ്പോൾ അതാണ് ഒന്ന് അഴിച്ചു നോക്കിയതാണ്. കറക്റ്റ് 1/2 ലിറ്റർ ഓയിലുള്ളൂ നമുക്ക് കിട്ടാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ ഓയിലിനകത്തേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യണതിലും നല്ലത് ഓയിൽ ഫുള്ളായിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓയിൽ ഇത്രയും കുറഞ്ഞ് ഓടണമെങ്കിൽ തക്കതായ ഒരു കാരണം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒന്നോലെ ഓയിൽ മാറ്റാനായിട്ട് സമയം വൈകി പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മൈന്യൂട്ടായിട്ട് ഓയിൽ ലീക്കായിട്ട് പോകണം, അതല്ലെങ്കിൽ നമ്മൾ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറുതായിട്ട് പുകയുണ്ടാവും, കത്തി പോകണുണ്ടാവും. എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാണ്ട് ഓയിൽ ഇത്ര കുറയാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ സമയം വൈകി പോയാലും ഈ പറഞ്ഞ പോലെ പ്രോബ്ലം കാണിക്കും. അപ്പോൾ ഓയിൽ ലെവൽ ഇത്ര കുറവുള്ള സ്ഥിതിക്ക് നമ്മൾ ഒന്ന് കെയർഫുൾ ആവേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കൊരു മാസമൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ ഓടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വണ്ടി കയറ്റിയിട്ട് ഓയിൽ ലെവൽ കുറയുന്നുണ്ടോ എന്നുള്ള ദിവസം നോക്കണം. കുറയുന്നുണ്ടെങ്കിൽ അതെന്തോ എത്ര മില്ലി കുറയുന്നുണ്ടെന്നുള്ള ദിവസം നോക്കണം. ഏകദേശം ഒരു 200 മില്ലി, 100-150 മില്ലി, ഏകദേശം ഒരു 200 മില്ലിയോളം കുറയുന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചർ സിറ്റുവേഷനാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആ കംപ്ലയിൻറ്റ് പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്കും കംപ്ലയിൻസിലേക്ക് പോകും. നമ്മളിത് ശ്രദ്ധിക്കില്ല, നമ്മൾ തുടക്കം ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കില്ല. കാരണം കംപ്ലയിൻറ്റ് ഓയിൽ ലെവൽ കുറഞ്ഞു പോണ്ടി നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. ശക്തമായ രീതിയിലുള്ള പുക വന്നാലാണ് നമ്മുടെ ശ്രദ്ധയിൽ പെടുള്ളൂ. മൈന്യൂട്ടായിട്ട് കത്തിപ്പോണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഓയിൽ ലെവലും കൊണ്ട്, ഓയിൽ ലീക്കും കൊണ്ട് കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. കാരണം എഞ്ചിനിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു, ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 റീസണുള്ളത്. ഒന്ന് ഓയിൽ കത്തിപ്പോണ്ട്, അതല്ലെങ്കിൽ ഓയിൽ മാറാനായിട്ട് വൈകി ഓയിൽ കുറുകി ഒരു അവസ്ഥയിലേക്ക് ആയേക്കും. അതും നോക്കുമ്പോൾ ഓയിൽ അത്രയ്ക്കും വലിയ കട്ടി കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ കത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഗൗരവത്തിലിടുക. കാരണം എന്താ വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഞ്ചിൻ്റെ മെയിൻ പാർട്ടുകളിലേക്ക് കംപ്ലയിൻറ്റ് വ്യാപിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ അങ്ങനെ കംപ്ലയിൻറ്റ്സ് വരവ് കുറവാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എത്രത്തോളം ഉണ്ട്, എത്ര ഓയിൽ കുറഞ്ഞു പോകുന്നുണ്ടെന്നുള്ള ദിവസം ഒന്ന് മോണിറ്റർ ചെയ്യുക. അതനുസരിച്ച് നമുക്ക് വേണ്ട എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം. പിന്നെ ബ്രേക്കിൻ്റെ പ്രശ്നം, ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇതൊക്കെ ഫുള്ള് ടൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യേണ്ടി വരും. അഴിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ MC സബ് അസംബ്ലി അഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വന്ന പിസ്റ്റണാണ് ടൈറ്റ് ആകുക മെയിനായിട്ട്. ഇവിടെയും ടൈറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാളിപ്പർ അസംബ്ലിയുമ്പോൾ ഈ ഒരു പിസ്റ്റണാണ് ടൈറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാളിപ്പർ അസംബ്ലി നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്യണം, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ മാസ്റ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ മാസ്റ്റർ റിപ്പയർ കിറ്റ് കിട്ടും, അത് മാറ്റി റീസെറ്റ് ചെയ്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്താലാണ് നമുക്ക് ആ ബ്രേക്കിൻ്റെ ഭാഗം പക്കിയാവുള്ളൂ കേട്ടോ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്തു. ഇതൊന്നും അത് ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേ. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് പാഡ് നമുക്ക് ഇതങ്ങനെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കും. കാളിപ്പർ അസംബ്ലിയും MC സബും കൂടി അഴിച്ച് ഫുള്ളായിട്ട് നമ്മൾ റെഡി ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ടേ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒരു കൊട്ടേഷനായിട്ട് എഴുതി ഞാൻ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ജനറൽ സർവീസിൽ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ചെറിയൊരു ടൈം ലാഗ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുമില്ല. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ഷൈൻ്റെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമ്മളും അതത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല കേട്ടോ. കാരണം കാർബറേറ്ററിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മളത് സ്കിപ്പ് ചെയ്ത് വിടാണ്. കാരണം നമ്മളത് അഴിച്ച് ഏകദേശം ഒരു 500 നമുക്ക് അതിന് ചിലവ് വരും, ലേബർ ചാർജും മെയിൻ്റനൻസും എല്ലാം കൂടി കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ. എഞ്ചിൻ ഓയിൽ മാറ്റുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് പറയുന്നത് കേട്ടോ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി.